ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിന്റെ മെറിറ്റ് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്ത. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ, എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? സുപ്രീം കോടതി എല്ലാ കോടതികളും യഥാർത്ഥത്തിൽ എക്സാലോജിക്ക് 1.72 കോടി രൂപ വാങ്ങിയത് അവർ CMRL കമ്പനിക്ക് നൽകിയ സേവനത്തിനാണെന്നും അതിലൊരു ക്രമവിരുദ്ധമായ കാര്യങ്ങളില്ലെന്നും കണ്ടെത്തിയതാണ്. മാത്യു കുഴൽനാടനെ കുഴിയിലാക്കിയതാണ് ആ കേസ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, തെറ്റായ വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ്. ശരിക്കും പറഞ്ഞാൽ മാത്യു കുഴൽനാടൻ പിണറായിയെ സഹായിക്കാനാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഇത് വിധി വരും മുമ്പേ തന്നെ ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു അന്ന് തന്നെ. മാത്രമല്ല, ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. ഈ 19-ാം തീയതി ഇതുമായിട്ടുള്ള വിഷയമല്ലെങ്കിൽ ഇപ്പോൾ ഈ 19-ാം തീയതി ഒരു വിജിലൻസ് കോടതി വിധി വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ മാസപ്പടി വിഷയം വിജിലൻസ് കോടതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് MLA ആയ മാത്യു കുഴൽനാടൻ കൊടുത്ത ഒരു പരാതിയാണ് വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം വിധി പറയാൻ വെച്ചിരുന്നു. അത് 19-ലേക്ക് മാറ്റിവെച്ചു. എന്താണ് ആ കോടതി വിധി പറയാൻ പോകുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ ഊഹിച്ചെടുക്കാം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ കേസ് മനോഹരമായി ഇങ്ങനെ പോകുന്നൊരു സമയത്ത് ഇതിങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വിജിലൻസ് കോടതി ഉത്തരവ് പറയാൻ പറ്റുന്നത് എന്താ? വിജിലൻസിനോട് കൂടി ഒന്ന് അന്വേഷിക്കാൻ പറയാം. SFIO അന്വേഷിക്കുന്നൊരു കേസ് കമ്പനീസ് ആക്ട് സെക്ഷൻ 212 ക്ലോസ് 2 അനുസരിച്ച്, സബ്സെക്ഷൻ 2 അനുസരിച്ച് മറ്റൊരു ഏജൻസികൾക്കും ഇന്ത്യ മഹാരാജ്യത്ത് അന്വേഷിക്കാൻ കഴിയില്ല. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഓർഡർ ഇടാൻ കഴിയുമോ? ഇല്ല. ഇനി വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നൊരു ഉത്തരവാണ് വരുന്നതെങ്കിൽ 26-ാം തീയതി ഇലക്ഷൻ നിൽക്കുന്നു, 19-ാം തീയതി വിജിലൻസ് കോടതി ഉത്തരവ് വരുമ്പോൾ അത് കുറച്ച് സമയത്തേക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികൾക്കും അന്തം കമ്പികൾക്കും, ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ, ന്യായീകരണ തൊഴിലാളികൾക്ക് ഒരു 6-7 ദിവസം പിണറായി വിജയൻ നിരപരാധിയാണെന്ന് പറയാനുള്ള അവസരം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വിജിലൻസിനെ PC ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിക്കുന്നതല്ലേ പിണറായി വിജയനെ കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനെ ഏൽപ്പിക്കുന്നത്? വളരെ നിസ്സാരമായിട്ട് രാവിലെ ചെന്ന് പിണറായി വിജയനെ സല്യൂട്ട് ചെയ്തിട്ടല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ പറ്റൂ? മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥന് എങ്ങനെ ധൈര്യം വരും? ഞാനിവിടെ ഇത്തരത്തിലുള്ളൊരു പ്രഭാതമായൊരു കേസ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഏജൻസികളെ ഏതെങ്കിലും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഒരു വെള്ള പേപ്പറിൽ കത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ്. ഞാൻ 6 പേരുടെ പേര് മാത്രമേ ഹൈക്കോടതി പറഞ്ഞുള്ളൂ. 6 താഴോട്ടുള്ള പേര് ഇവിടെ നിരവധി പ്രാവശ്യം ഈ ഏഷ്യാനെറ്റിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. പക്ഷേ ആ താഴോട്ടുള്ള പേരുകളിൽ ഒത്തിരി ആളുകൾ ഇനിയുമുണ്ട് എന്നുള്ള പേടി കൊണ്ടാണോ, അതോ പിണറായി വിജയനെ മനഃപൂർവ്വം സഹായിക്കാൻ വേണ്ടി ഇവരെല്ലാം തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? അപ്പോൾ അതും ഇവിടെ ചർച്ച ചെയ്യണം. BJPയും CPMും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നൊരു പച്ച മലയാളത്തിലല്ലേ പ്രധാനമന്ത്രി വന്ന് നിങ്ങളുടെ വോട്ട് വേണ്ട, നിങ്ങൾ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് കേട്ട് ആവേശവിരുദ്ധരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ BJPക്ക് വോട്ട് ചെയ്യുന്നതാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മകളെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല, മകളുടെ കമ്പനിയെ കുറ്റവിമുക്തമാക്കിയിട്ടില്ല, അച്ഛൻ്റെ ഇടപാടുകൾ ഒരു കോടതിയും പൂർണ്ണമായും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്യു കുഴൽനാടൻ്റെ പേര് ഉന്നയിക്കുന്നത് കേട്ടു ശ്രീ MV ഗോവിന്ദൻ. മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അദ്ദേഹം കോടതിയിൽ കൊടുത്ത കേസുകളൊന്നും ശരിയായി ഇതിൻ്റെ കോർ ഇഷ്യൂവിലേക്ക് കടക്കുന്നതായിരുന്നില്ല. ഒരർത്ഥത്തിൽ ആ കേസുകൾ ഇല്ലാതാക്കുന്ന വിധമുള്ള മറ്റെന്തൊക്കെയോ അന്വേഷണങ്ങൾക്ക് വേണ്ടിയുള്ള കേസുകളാണ് മാത്യു കുഴൽനാടൻ കൊടുത്തത്. ഈ കേസിൻ്റെ മെറിറ്റ് മാത്യു കുഴൽനാടൻ ചില കോടതി നടപടികളിലൂടെ ഇല്ലാതാക്കിയത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ അബ്സേർഡായ ചില നീക്കങ്ങളായിരുന്നു. അതൊക്കെ കോടതി തള്ളി. പക്ഷേ ഷോൺ ജോർജ് ആദ്യം കമ്പനികാര്യ മന്ത്രാലയത്തിന് ഒരു പരാതി കൊടുത്തു, അന്വേഷണം ആവശ്യപ്പെട്ട്. അതിൽ നടപടി ഉണ്ടാകാതിരുന്നപ്പോൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോഴാണ് ഹൈക്കോടതിയിൽ കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടക്കുന്ന കാര്യവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ഇത് നടത്തും എന്ന് പറഞ്ഞതും. അങ്ങനെ ആ അന്വേഷണമാണ് മുന്നോട്ട് പോയത്. അതിലാണ് CMRLൻ്റെ വലിയ ഇടപാടുകൾ, വ്യാജ ഇടപാടുകൾ കണ്ടെത്തിയത്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയത്. അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും CPMും എത്ര പറഞ്ഞാലും ഇല്ലാതാകുന്നതല്ല ഇതൊന്നും.